ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് വേവ് മോഷനെ പറ്റിയാണ്. വേവ് മോഷനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കണ്ടു. കുറേ അധികം കമൻസ് അതിന് വന്നിട്ടുണ്ട്. അതൊരു പ്രോബ്ലം പാർട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരെന്തെങ്കിലും കാണുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ടേംസ്, അതായത് വാട്ട് ഇസ് വേവ് മോഷൻ, എങ്ങനെയാണ് വേവ് ഉണ്ടാവുന്നത്, പിന്നെ അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേവ് മോഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ഫ്രം +1. ഓക്കെ, +1 ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസ്, നമ്മുടെ കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് വേവ് മോഷൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് വേവ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വാട്ട് ഇസ് എ വേവ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്കറിയാം, നമ്മളൊരു പോണ്ടിൻ്റെ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ പോണ്ട് ഉണ്ടാവും. ഇപ്പോഴേക്ക് പോണ്ട്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ കിണറുണ്ടാവും. ഇപ്പോൾ ഈ കിണറ്റിലൊക്കെ നമ്മൾ കല്ലൊക്കെ എറിഞ്ഞ് നോക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കല്ല് എടുത്തൊരു പോണ്ടിലേക്ക് എറിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ദ വാട്ടർ ബോഡി ഈസ് മൂവിങ്, വാട്ടർ ബോഡി അവിടെ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന വേവ്സ് എന്നല്ലേ, അല്ലെങ്കിൽ ആ റിപ്പിൾസ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് വേവ്സ് എന്ന് നമ്മൾ വിളിക്കും. പക്ഷെ അത് എങ്ങനെ ഉണ്ടായി, അതെങ്ങനെയാണ് ആ വേവ്സ് അവിടെ ഉണ്ടായത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ കല്ല് എറിയുന്നതിന് മുന്നേ ആ വാട്ടർ എന്തായിരുന്നു, ഏത് സ്റ്റേറ്റിലായിരുന്നു? ഒരു അൺഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റിലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലായിരുന്നു എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ കല്ലെറിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ അവിടെ ഉണ്ടാക്കി? നമ്മൾ ആ വാട്ടറിലേക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി അല്ല, ഒരു എക്സ്റ്റേണൽ സോഴ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? വി ആർ പ്രൊഡ്യൂസിങ് എ ഡിസ്റ്റർബൻസ് ബൈ യൂസിങ് ആൻ എക്സ്റ്റേണൽ സോഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഡിസ്റ്റർബൻസ് കൊണ്ട് ആ വാട്ടറിലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാൻ തുടങ്ങും? വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. Okay, so we make a disturbance. So due to that disturbance, the water molecule അല്ലെങ്കിൽ ആ ഒരു water particles starts vibrating. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വാട്ടർ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം they got some energy, അല്ലെ, അവർക്ക് എനർജി കിട്ടി. ഓക്കെ, സോ അവിടെ ഡ്യൂ ടു ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു ഡ്യൂ ടു ദ ഡിസ്റ്റർബൻസ്, ആ ഒരു ഡിസ്റ്റർബൻസ് കൊണ്ട് ആ പാർട്ടിക്കിൾസിന് അവിടെ എനർജി കിട്ടി. ഓക്കെ, സോ ഈ ഒരു എനർജിയാണ് എന്താവുന്നത്? ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത്, അല്ലെങ്കിൽ അതൊരു ട്രാൻസ്മിറ്റ് ചെയ്ത് ആ വാട്ടറിൻ്റെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നു? അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. Okay, so actual matter is not moving, the particle vibrations are moving. Okay, ആ പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻസ് ആണ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ, ഇറ്റ് ഈസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ഡിസ്റ്റർബൻസ് ഓർ എനർജി produced on one part of the medium to other parts by vibration of its particles. Okay, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം. അതായത് വേവ്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ് ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ വാട്ടർ ഇസ് ദ മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ. അവിടെ വാട്ടറിലൂടെയാണ് ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ വി ക്യാൻ ക്ലാസിഫൈ ദ waves into two types. Okay, so first one mechanical wave ആണ്. Okay, ഫസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വേവ് ആണ്. അപ്പോൾ നമുക്കറിയാം എന്തായിരിക്കും മെക്കാനിക്കൽ വേവ്? ഇത് നീഡ് മീഡിയം. ഓക്കെ, ആ ഒരു വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ എന്ത് വേണം? അവിടെ ഒരു മീഡിയം ആവശ്യമാണ്. ഓക്കെ, സോ ഈ ഒരു മെക്കാനിക്കൽ വേവിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് perpendicular to the direction of propagation of the wave ആണ്. Okay, particles of the medium vibrating in a direction perpendicular to the propagation of the wave. Okay, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വാട്ടർ വേവ്സ് പറയാം, വേവ്സ് ഓൺ എ സ്ട്രിങ്, ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ പോകുന്ന വേവ്സിന് നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, നോക്കിക്കോളൂ, ഇതാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം
ഇങ്ങനെയാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയത് ഇവിടെ കണ്ടോ, മീൻ പൊസിഷൻ ഓഫ് ദ പാർട്ടിക്കിൾ. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിരിക്കുന്നത് ആ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഇപ്പോൾ വാട്ടർ ആണ് നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എങ്കിൽ, വാട്ടർ അൺഡിസ്റ്റർബ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു പൊസിഷനാണ് ഇത്. ഓക്കെ, ഇനി നമ്മളൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി, ആ വാട്ടറിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി, നമ്മളൊരു കല്ലെറിഞ്ഞു. ഓക്കെ, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? ദ വാട്ടർ സ്റ്റാർട്ട്സ് വൈബ്രേറ്റിംഗ് അല്ലെ. അപ്പോൾ ആ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഇവിടെ ഇരുന്നേച്ച പാർട്ടിക്കിൾ ആയിരുന്നു, ഡിസ്റ്റർബൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തായി? അത് വൈബ്രേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ നോക്കൂ, അത് ഇവിടെ വിരുന്നയിച്ച പാർട്ടിക്കിൾ ഇത്രയും ഡിസ്പ്ലേസ്മെന്റിൽ വന്നു, അത് വൈബ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഈ ഒരു പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ ആണ് ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി, ഇവിടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് ചെയ്യുന്നു? പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇനി ട്രാൻസ്വേഴ്സ് വേവിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആണ് കാണാൻ കഴിയുന്നത്. ക്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു അപ്പർ പോർഷൻ ആണ്, മീൻ പൊസിഷനിൽ നിന്ന് വരുന്ന അപ്പർ പൊസിഷനിൽ, ഇതാണ് അല്ലെങ്കിൽ അപ്വേർഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ, അപ്വേർഡ് ആയിട്ടുള്ള വൈബ്രേഷൻ, അതാണ് എന്ത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ താഴേക്കുള്ള ഈ ഒരു ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള വൈബ്രേഷൻ ആണ് നമ്മൾ ട്രഫ് എന്ന് പറയുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് വി ക്യാൻ സീ കണ്ടിന്യൂസ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് നോക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു വേവ്സ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് മെക്കാനിക്കൽ വേവ് ആണ്. മെക്കാനിക്കൽ വേവിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലൊന്നാണ് ട്രാൻസ്വേഴ്സ് വേവ്. ദ നെക്സ്റ്റ് വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ എന്തായിരിക്കും ഡിഫറൻസ്? നമ്മൾ പറഞ്ഞു ട്രാൻസ്വേഴ്സ് വേവിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്കിൽ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. ഓക്കെ, വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ സൗണ്ട് വേവ്. ഓക്കെ, ഈ സൗണ്ട് വേവ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന ഒരു ഫിസിക്സിലെ ഒരു പാർട്ടായിരിക്കും സൗണ്ട് വേവ്. ഓക്കെ, അപ്പോൾ സൗണ്ട് വേവിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ തിങ് നമ്മൾ നമ്മുടെ ഫിസിക്സ് ലാബിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണെന്ന്? ട്യൂണിംഗ് ഫോർക്ക് അല്ലേ. ട്യൂണിംഗ് ഫോർക്കിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ട്യൂണിംഗ് ഫോർക്ക് സ്റ്റാർട്ട്സ് വൈബ്രേറ്റിംഗ് അല്ലേ. അപ്പോൾ ട്യൂണിംഗ് ഫോർക്കിലെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ്റെ ആരോ കണ്ടോ? ഇങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അതേപോലെ തന്നെ, അതായത് പാരലൽ ആയിട്ട് തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള വേവ്സിന് നമ്മൾ പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നാണ്. അപ്പോൾ സൗണ്ട് വേവ് ഇസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, ഇനി ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടിന്യൂസ് കണ്ടൻസേഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ഓർ റെയറിഫാക്ഷൻസ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിൽ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. വി ക്യാൻ സീ കണ്ടിന്യൂസ് ക്രസ്റ്റ് ആൻഡ് ട്രഫ് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. But in the case of longitudinal waves, we can see continuous compressions or condensation അല്ലെങ്കിൽ rarefactions ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കംപ്രഷൻസ് എന്ന് പറയുന്നതാണ് ഈ തിക്കായിട്ട് കാണിച്ചിരിക്കുന്ന ഭാഗം. അവിടെ എന്ന് വെച്ചാൽ ഹൈ പ്രഷറാണ്, ഭയങ്കര പ്രഷർ കൂടിയ ഏരിയ ആണ് അവിടെ. അപ്പോൾ മോളിക്യൂൾസ് വളരെ കംപ്രസ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ പ്രഷർ കുറഞ്ഞ ഏരിയ ആയിരിക്കും റെയറിഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റെയറിഫാക്ഷനും ഇത് കംപ്രഷനും അല്ലെങ്കിൽ കണ്ടൻസേഷൻ എന്ന് പറയാം. ഇനി അപ്പോൾ ഇവിടെ ശരിക്കും ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് നമ്മൾ പ്രഷർ വേവ്സ് എന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്. അതായത് ചില സ്ഥലത്ത് പ്രഷർ കൂടുതലും ചില സ്ഥലത്ത് പ്രഷർ കുറവും, അങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിനെ പ്രഷർ വേവ്സ് എന്നാണ് സാധാരണ ഇങ്ങനെയുള്ള വേവ്സിനെ വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ?
ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോബ്ലം പാർട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തതൊന്ന് കണ്ടു നോക്കൂ. ഇത് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഓരോ ടേംസിൻ്റെ, അതിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കൂടെ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മളിനി ഓരോ ടേംസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു ക്രസ്റ്റ് ആൻഡ് ട്രഫ്. നമുക്കറിയാം ഈ ഒരു ഡയറക്ഷനുള്ളത് ക്രസ്റ്റും ഇത് ട്രഫുമാണ്. പിന്നെ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ ലോ പ്രഷറായിട്ട് വരുന്നത് റെയറിഫാക്ഷനും ഹൈ പ്രഷർ ഏരിയ വരുന്നത് കംപ്രഷനുമാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് വേവ് ലെങ്ത് എന്താണെന്ന് നോക്കണം. വേവ് ലെങ്ത് എന്ന് പറയുന്നത് അതായത് ആ പാർട്ടിക്കിളിൻ്റെ കംപ്ലീറ്റ് വൈബ്രേഷൻ, അല്ലെങ്കിൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും വരുന്ന കംപ്ലീറ്റ് സൈക്കിളിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇത് ഒരു പാർട്ടിക്കിളിൻ്റെ കംപ്ലീറ്റ് വൈബ്രേഷൻ, ഇതാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടുന്ന് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇവിടെ നിന്ന് വന്ന് ഇവിടം വരെയുള്ളതാണ് നമ്മൾ ഫുൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതാണ് കംപ്ലീറ്റ് വൈബ്രേഷൻ ഒരു പാർട്ടിക്കിളിൻ്റെ. ഓക്കെ, അപ്പോൾ ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടെ വരുന്നതായിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് വൈബ്രേഷൻ നമുക്ക് നോക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ വേവ് ലെങ്ത് തന്നെ ഇങ്ങനെയും എടുക്കാം. ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് തൊട്ട് ഇവിടെ നിന്ന് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ നമുക്ക് വേവ് ലെങ്ത് മെഷർ ചെയ്യും. അതും സെയിം തന്നെയാണ്, ഇതും സെയിം തന്നെയാണ്. പക്ഷേ ഇതെടുക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ, ഇനി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ഇറ്റ്സ് മെയിൻ പൊസിഷൻ ആണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇത് പറഞ്ഞു, ഇതാണ് ഇതിന്റെ മെയിൻ പൊസിഷൻ. ഈ ഒരു മെയിൻ പൊസിഷനിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിൾ ഏറ്റവും മാക്സിമം ഡിസ്പ്ലേസ്മെന്റിൽ വൈബ്രേറ്റ് ചെയ്യുന്ന പോയിന്റ്. നോക്കൂ, ഇതാണ് ഈ ഒരു പോയിന്റിലാണ് ഇത് ഏറ്റവും കൂടുതൽ വൈബ്രേറ്റ് ചെയ്യുന്ന പോയിന്റ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്പ്ലേസ്മെന്റ് ആ പാർട്ടിക്കിളിന് സംഭവിച്ചിരിക്കുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലെങ്ത് ആയിരിക്കും നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ് ഒക്കെ ആയി. ഇനി നമുക്ക് ഓരോ ടേംസ് നോക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഓർ വൈബ്രേഷൻസ് മെയ്ഡ് ബൈ ദ പാർട്ടിക്കിൾ ഓഫ് ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഓക്കെ, സോ പെർ സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് ഓസിലേഷൻസ് അല്ലെങ്കിൽ വൈബ്രേഷൻസ് ഉണ്ടായി എന്നുള്ളതാണ് ഫ്രീക്വൻസി. നമ്മളത് ഡിനോട്ട് ചെയ്യുന്ന ന്യൂ വെച്ചിട്ടാണ്. ദെൻ വെലോസിറ്റി, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 1 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് വെലോസിറ്റി. വെലോസിറ്റി നമുക്കറിയാം വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. വെലോസിറ്റിയിൽ ഡിസ്റ്റൻസും അതുപോലെ ഡയറക്ഷനും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതായത് സ്പീഡ് ആൻഡ് ഡയറക്ഷൻസ് വെലോസിറ്റിയിൽ വരുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് പെർ സെക്കൻഡിൽ ആ വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ദ വെലോസിറ്റി. സോ വെലോസിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ലാംഡ ഇൻറ്റു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, നമ്മളപ്പോൾ ഫസ്റ്റ് വേവ്സ് ക്ലാസിഫൈ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടായിട്ട് വേവ്സ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ വേവ്സ് ആണ് ഒരെണ്ണം അല്ലേ. മെക്കാനിക്കൽ വേവ്സിൽ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ വേവ് പോലെ തന്നെയുള്ള നെക്സ്റ്റ് ഒരു വേവാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം നമുക്കറിയാം, മെക്കാനിക്കൽ വേവ്സിന് അതിന് മീഡിയം ആവശ്യമാണ്. പക്ഷേ electromagnetic wave, they do not require a medium. Okay, so they can travel through vacuum. For example, radio waves, light waves. Okay, so നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. So first one, why are the longitudinal waves also called pressure waves? So ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് longitudinal waves are called pressure waves. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. Longitudinal waves travel in a medium as series of alternate compressions and rarefactions, that is they travel as variations in pressure and hence are called pressure waves. Okay, അതായത് ഇവർ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കറിയാം alternate compressions and rarefactions ഉണ്ടാകും. സോ കംപ്രഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ കൂടിയ ഏരിയ ആണ്, ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾസ് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. റെയറിഫാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ കുറഞ്ഞൊരു ലോ പ്രഷർ ഏരിയ ആണ്. ഹൈ പ്രഷർ ഏരിയ, ലോ പ്രഷർ ഏരിയ, അങ്ങനെയാണ് ഈ ഒരു വേവ്
പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രഷർ ഡിഫറൻസിലാണ് ഈ ഒരു വേവ് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൈ ദേ ആർ കോൾഡ് പ്രഷർ വേവ്സ്. ഓക്കെ, then second question, frequency is the most fundamental property of wave. Why? അപ്പോൾ ഫ്രീക്വൻസി എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ആകുന്നതെന്ന് നോക്കാം. When a wave travels from one medium to another, its wavelength as well as velocity may change, but frequency does not change. This is the reason that frequency is the fundamental property of a wave. Okay, അപ്പോൾ അതായത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ വേവ് ലെങ്ത്തിൽ വ്യത്യാസം വരും. അതുപോലെ വെലോസിറ്റി ആ ഒരു മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പീഡ് ചിലപ്പോൾ കൂടാം, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് ചിലപ്പോൾ കൂടാം, അല്ലെങ്കിൽ വേവ് ലെങ്ത്തിൽ വ്യത്യാസം വരാം. ഓക്കെ, പക്ഷേ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ വേവിൻ്റെ എന്തൊരു പെർ സെക്കൻഡിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എപ്പോഴും ഒരു ഫണ്ടമെന്റൽ ആയിട്ട് തന്നെ നിൽക്കും. അത് ചേഞ്ച് ചെയ്യില്ല, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് തന്നെ അത് നിൽക്കും. സോ അതുകൊണ്ടാണ് ഇത് ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ. Okay, next question is, we always see lightning before we hear thundering. Why? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം, അതായത് എന്താ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ 3 into 10⁻8 meter per second ആണ്. ആൻഡ് ഇറ്റ് ഈസ് മച്ച് ലാർജർ ദാൻ ദ സ്പീഡ് ഓഫ് സൗണ്ട് അല്ലെ. സ്പീഡ് ഓഫ് സൗണ്ട് എത്രയാണ്? 343 meter per second ആണ്. അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡാണ് ലാർജർ ദാൻ ദ സ്പീഡ് ഓഫ് സൗണ്ട്. ഓക്കെ, സോ കോൺസിക്വൻ്റ്ലി ദ ഫ്ലാഷ് ഓഫ് ലൈറ്റ് റീച്ചസ് us much earlier than the sound of thunder. Okay, clear? Then why explosions on other planets cannot be heard on the Earth? Okay, നമുക്ക് വേറെ പ്ലാനറ്റ്സിലുള്ള എക്സ്പ്ലോഷൻസ് കേൾക്കാൻ പറ്റില്ല എർത്തിൽ. കാരണം എന്താ? Since no material medium is present in the space between the planets and the Earth, so the sound of explosion on the other planets cannot propagate up to the Earth. സൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും ഒരു എക്സ്പ്ലോഷൻ നടക്കണമെങ്കിൽ അവിടെ സൗണ്ട് വേവ്സ് ആണ് ഉണ്ടാവുന്നത്. ഈ സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്ത് വേവാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഓക്കെ, ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ വേവ് ആണ് അല്ലേ. മെക്കാനിക്കൽ വേവ് എന്ന് പറയുമ്പോൾ ദ നീഡ് എ മീഡിയം അല്ലേ, അതിനൊരു മീഡിയം വേണം പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പോൾ വേറൊരു പ്ലാനറ്റിൽ എന്തെങ്കിലും എക്സ്പ്ലോഷൻസ് നടക്കുമ്പോൾ അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടൊരു മീഡിയം ഇല്ല. ഓക്കെ, അവിടെ വാക്വം ആണ്. മറിച്ചൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ അവിടെ പ്രൊപ്പഗേഷൻ നടക്കും, വാക്വത്തിലൂടെ ആണെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യും. പക്ഷേ സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ വേവ് ആണ്, അതൊരു ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. സോ ദേ നീഡ് എ മീഡിയം. അപ്പോൾ മീഡിയം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വേറൊരു പ്ലാനറ്റ്സിൽ വരുന്ന എക്സ്പ്ലോഷൻസ് ഒന്നും നമുക്ക് കേൾക്കാൻ കഴിയാത്തത്. ഓക്കെ, ക്ലിയർ? സോ താങ്ക് യു ഫോർ വാച്ചിങ്. സോ നമ്മുടെ ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സ് എല്ലാം കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കാം. സോ താങ്ക് യു. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ സൗണ്ട് വേവ്സിനെ പറ്റി പഠിക്കും. അപ്പം കുറേ കാര്യങ്ങൾ, മ്യൂസിക്, സൗണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ ക്ലാസ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളെ ചാനലായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുക, എല്ലാവരും കാണുക. താങ്ക് യു സോ മച്ച്.